Hello guys, Assalamualaikum. Welcome to my YouTube channel. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഇട്ടത്. ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈ മൈലാഞ്ചി ഉണ്ടാക്കി തന്ന കുട്ടി തന്നെയാണ് ഇത് ഇട്ട് തരുന്നത്. ഞങ്ങൾ മൈലാഞ്ചി വാങ്ങിക്കാൻ പോയപ്പോൾ ഓള് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന്. ഞാൻ അയിമിനെയും കൊണ്ട് എങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉള്ളത് പറഞ്ഞത് കേട്ടോ. ഇതിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മൈലാഞ്ചിയാണ് ഇട്ടത്. അതുകൊണ്ട് കെമിക്കലൊന്നും ഉണ്ടാവുന്നില്ല, പേടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഓളി ബ്രൈഡ്സിനൊക്കെ മൈലാഞ്ചി ഒക്കെ ഇടാൻ പോകലുണ്ട്, നന്നായിട്ട് ഇടും കേട്ടോ. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ രാത്രി ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. കുറച്ചും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയത് ഫാൻസി ചെരുപ്പ് പിന്നെ ഷോള് അങ്ങനെയൊക്കെ എടുക്കാണ്ട്. ഷോൾ എടുക്കാൻ ഞങ്ങൾ ഫാമിലിക്കാണ് കേട്ടോ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കൂടുതലൊന്നും എടുക്കാല്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 2 ഷോൾ എടുക്കാനേ വന്നു, ഒന്ന് എനിക്കും ഒന്ന് ഉമ്മാക്കും. ഞാൻ ഈ മറ്റേ ഇപ്പോഴത്തെ ഒരു ഷോൾ ഉണ്ടല്ലോ ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കണം, അതിനകത്തൊരു പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ആ തട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നുകൂടി ഹിജാബായിട്ട് ചുറ്റിടുന്നവർക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ട്, എന്നാലും ഒരു പിന്ന് പോലും ഇല്ലാതെ നല്ല റെഡിക്ക് നിൽക്കുന്നുണ്ട് അത്. അങ്ങനെ ഷോളൊക്കെ പെട്ടെന്ന് ഇട്ടിട്ടല്ലോ. പിന്നെ വലിയ സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, വേഗം എടുത്ത് കഴിഞ്ഞു. പിന്നെ അമ്മക്ക് ബ്രൗൺ കളറുള്ള ഷോളാണ് പറഞ്ഞതിന്, അപ്പോൾ അതും കിട്ടി. അങ്ങനെ വെറുതെ നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ടോപ്പുകൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടോ, വെച്ച് നോക്കി. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോട്ടൻ്റെ ഞാനൊക്കെ ഇടുന്ന ആ ടൈപ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഞാൻ വെച്ച് നോക്കിയിട്ടോ. പിന്നെ അയിമിനെ കൊണ്ടായതുകൊണ്ട് വല്ലാതെ അങ്ങനെ പറ്റിയില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റണ മേരെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുട്ടി വന്നിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ അവളോട് എന്തൊക്കെയാണ് പറഞ്ഞത്. ഈ ടോപ്പിൽ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കി കുറേ നേരം വെച്ച് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ. ലോങ് ടോപ്പ് മാത്രമൊന്നുമല്ല കേട്ടോ, ഷോർട്ടായിട്ടുള്ളതും കുറേ ഉണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വല്ലാതെ പോയിട്ടില്ല എന്നുള്ളൂ. എന്നാലും ഞങ്ങൾ കുറേ നോക്കിയിട്ടോ. സനുവിനൊക്കെ നല്ല പറ്റിയതുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി പോരാൻ നേരത്ത് അതിൻ്റെ അടുത്താണ് ഈ പാർട്ടി വെയർ ചുരിദാറൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വെറുതെ പോരുന്ന പോക്കിൽ വെറുതെ ഒന്ന് പോയി നോക്കിയിട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. സാധാരണ ചുരിദാർ എടുക്കാൻ വരുമ്പോഴും ഞാൻ ഇത്ര കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണോണ്ട് തന്നെ നമുക്ക് നോക്കാൻ എളുപ്പമാണ്. ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ, ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് എനിക്ക് തോന്നുന്നത് നേരിട്ട് കാണുമ്പോൾ. ഈ ഗ്രീനൊക്കെ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം അവിടെ നിന്ന് കറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം ഇത് എടുക്കാൻ വന്നവരെ തിരക്കാൻ അത്യാവശ്യമുണ്ട്. പിന്നെ അതിനുള്ള കൂടെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് തിരക്കണ്ടല്ലോ. പിന്നെ കുറച്ചൊക്കെ വീഡിയോ കിട്ടുന്നിടത്തോളം വീഡിയോ എടുത്തിട്ട് ഞാൻ വേഗം താഴത്തേക്ക് തന്നെ ഇറങ്ങി പോയിട്ട്. പിന്നെ അവിടെ ഫാൻസികളുണ്ട് കുറേ, അപ്പോൾ അത് കുറച്ച് നോക്കിയിരുന്നു. ബില്ലിങ്ങിലും തിരക്കായതുകൊണ്ട് ഈ സെക്ഷൻ ബില്ലിങ്ങിൻ്റെ അടുത്തായതുകൊണ്ടാണ് ബില്ലടിക്കുന്ന സമയം ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. വെറുതെ നോക്കും, അവിടെ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിക്കൊന്നുമില്ല, എന്നാലും വെറുതെ അതൊക്കെ നോക്കിക്കാണ്ടിരിക്കും കേട്ടോ. ഷെയർ ബാൻഡൊക്കെ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും വല്ലാതെ കണ്ടില്ല. പിന്നെ ഈ ഇതൊക്കെ ഓള് വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ സ്റ്റിക്കർ അതോള് വാങ്ങിയത് ഇല്ല, എനിക്ക് സ്റ്റിക്കർ വേണ്ട, കൈമിട്ടാൽ മതി എന്നോട് പറഞ്ഞ്. അങ്ങനെ അതും വാങ്ങിയില്ല, അവിടെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഈ കമ്മലൊക്കെ കണ്ടു, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഹാങ്ങിങ് ഉള്ള കമ്മലൊക്കെ ഇടുന്ന ആൾക്കാർക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഉപ്പച്ചിയും അല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതായിട്ട് എനിക്ക് യാതൊരു വിധ ബന്ധമില്ല കേട്ടോ. ഓൾ തന്നെയാണ് ആ വീഡിയോ എന്നോട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ പറഞ്ഞു ഇതിൻ്റെ വോയിസ് ഞാൻ കൊടുത്തോളാം കേട്ടോ, ഇമ്മച്ചി പറയരുതെന്ന്. എന്താ പറയണത് അതുവരെ എനിക്ക് പറഞ്ഞില്ല, ഇപ്പോഴാണ് ഓളത് പറഞ്ഞത്. പരിക്ക് പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടാക്കി ചേച്ചി ഇല്ല. പക്ഷെ ഇത് ആൾക്കാർ കയറി ഇത് കേടെടുത്തിട്ടേ ഇമ്മ ടച്ച് ചെയ്യരുതെന്ന് ഇവിടെ എഴുതി സിനിമ പോയതാണ്. പിന്നെ അനുവിന് ഷോപ്പിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാൻസി എടുക്കാനാണ് വന്നത്. ഇങ്ങോട്ട് തന്നെയാണ് ഞങ്ങൾ സാധാരണ പോരില്ല കേട്ടോ. അധികം ഒന്നും എടുക്കാനില്ല, ഓൾക്കുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ. ഞാൻ കൊടയാണ് എന്റെ ഫ്രണ്ടിന് പിന്നെ ഈ വളകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതായിട്ട് നിന്ന് ഇതേപോലെയുള്ള വളകളേന് പെരുന്നാൾക്കൊക്കെ വാങ്ങുക, കൈ നിറയെ ഇട്ടിട്ട് ഇങ്ങനെ കുപ്പിവാളയും കമ്പിവാളയൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പൂട്ടുമ്പോ ഈ സാധനം തുറക്കൂല, ഈ സാധനം തുറക്കും.
അങ്ങനെ ഫാൻസിത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പടക്കം വാങ്ങിക്കാനാണ് വന്നത്. പടക്കമല്ല, ഈ പൂത്തിരി, മേശപ്പൂത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കുറച്ച് വാങ്ങണുള്ളൂ, 2-3 എണ്ണം. ഓളൊരു പൂതിക്ക് കുറേ നേരമായി പറയണം വാങ്ങിത്തരുമോ. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ ആ കുട്ടിയല്ലേ, പൂതിയല്ലേ, എന്നാൽ ഒന്ന് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് 2-3 എണ്ണം വാങ്ങി. പിന്നെ 2 പോലെ വക ഫ്രീ ആയിട്ട് തിന്നു. ഓള് വർത്താനം കേട്ടിട്ട് എന്താവോ, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കമ്പനി ആയിരുന്നു. പിന്നെ അവൻ അതിൻ്റെ മുന്നേ അറിയാട്ടോ, ഇവരെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചുള്ളക്കാട് സ്കൂളിലത്തെ ഒരു സാറായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. റെഡ് കളർ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ പോണത് ചെരുപ്പ് എടുക്കാനാണ് കേട്ടോ. ചെരുപ്പും വലിയതായിട്ടൊന്നും എടുക്കാനൊന്നുമില്ല, ഒരു ക്രോക്സ് വാങ്ങി തരുമോ ചോദിച്ചോളൂ. പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ അതാണല്ലോ നല്ലത്. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ക്രോക്സ് വാങ്ങുന്ന ആൾക്കാർക്ക് ലാഭക്കടയാണ് കേട്ടോ നല്ലത്. ഇവിടെ പോയാൽ 100-200 സംഭവം നടന്ന് പോരാ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വേഗം പോകുകയും ചെയ്തു. അധികം സെലക്ഷനും ഇതൊന്നും നിൽക്കാനൊന്നുമില്ല. ഒരു ചെരുപ്പ് കണ്ട് അത് എടുത്ത് പോന്നു. പിന്നെ ഈ കാണുന്ന ചെരുപ്പുണ്ടല്ലോ, ഈ വള്ളിയുള്ള ചെരുപ്പ്, ഈ ബ്ലൂ കാണുന്ന, അത് ഞാൻ പണ്ടല്ല കുറച്ച് മുന്നേ സുഡിയോന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ എത്ര 200-250 അത്രയൊക്കെയാണ് തോന്നുന്നത് അതിൻ്റെ വില. എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഇപ്പോൾ 100 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. 10 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ ആരും ഉണ്ടാവൂല അവിടെ. എന്തൊരു തിരക്ക്. കണ്ണടം കിട്ടിച്ചിട്ടോ പേരൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. ഇപ്പോഴും കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ പടക്കം പൊട്ടിക്കാനുള്ള പടക്കമല്ല, പൂത്തിരി കത്തിക്കാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചും കൂടി മൈലാഞ്ചി ഇടാൻ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇടാം കേട്ടോ. പിന്നെ ഓൾ TV കണ്ടിരുന്നപ്പോൾ ഞാനൊക്കെ ടൈം ആട്ടി കൊടുക്കാം. 12 മണി കഴിഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെല്ലുമ്പോൾ അയിമ നല്ല ഉറക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓളെ കയ്യിൽ പതുക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തോട്ടെ, തട്ടാതെ പതുക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് അറിയുന്ന ഒരു ദേശീയ ഡിസൈനാണല്ലോ ഈ പൂവ്. അപ്പോൾ ഞാൻ അതന്നെ വരച്ചു കൊടുത്തു, വേറെ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പരിപാടികൾ. അപ്പോൾ എല്ലാവരെയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്